ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പള്ളി വിട്ട് വന്നതാണ്. സത്യത്തിൽ ഇന്നും ആ പള്ളി എന്തൊരു രസമാണെന്നറിയാം, കാണാനൊരു അഴകാണ്. എന്തോ പള്ളിയത്, പള്ളി നല്ല രസമാണ്. ഞങ്ങളുടെ നാട്ടുകാർക്കൊരു സങ്കടമുണ്ട്, തിരുവനന്തപുരത്ത് അത് അത്രയും വിഷയമല്ല. അച്ചായൻ മരിച്ചാൽ എവിടെ അടക്കുക, ഇവിടെ വീടുകളിലൊക്കെ അടക്കാറുണ്ട്, തെക്കോട്ടൊക്കെ പോയാൽ അവിടെ പള്ളിയിലാണ് അടക്കുക. പള്ളിക്ക് പലർക്കും കുടുംബം കല്ലറയുണ്ട്. പള്ളിയിൽ അച്ചാനെ അടക്കുന്നതുകൊണ്ടാണ് ദേഷ്യം വരുമ്പം പറയുന്നത്, ഡാ നീ കൂടുതൽ കിടന്ന് പറയണ്ട കേട്ടോ, നീ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയത്തില്ലേ. പള്ളിയിൽ പോയി പറയാൻ പറയുന്നത് ഭക്തി കൊണ്ടല്ല, നിൻ്റെ അച്ചാൻ്റെ അടുക്ക പോയി പറഞ്ഞാൽ മതി എന്നർത്ഥം. അച്ചാനെ അടക്കിയേക്കുന്ന എവിടാ, അപ്പൂപ്പൻ എവിടാ, വല്യപ്പൂപ്പൻ എവിടാ, ഒരു 3 അപ്പനെ ഒരുമിച്ച് വിളിച്ചതിൻ്റെ പേരാണ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കാരണം എല്ലാവരും കിടക്കുന്ന എവിടാ, പള്ളിയില്ല. പക്ഷേ വിശ്വാസത്തിൽ വന്നാൽ പിന്നെ പള്ളിയിൽ കിടക്കാനൊക്കെ ഇല്ല, കുടുംബക്കല്ലറയില്ല. വലിയ പ്രശ്നമാണ് വിശ്വാസികളായി. ഏറ്റവും വലിയ പ്രശ്നമാണ് വിശ്വാസികൾക്ക് എന്തില്ല, നല്ല സെമിത്തേരി ഇല്ല. എല്ലാവരും വരുമ്പോൾ ഇലക്ഷന് പറയും ഞങ്ങൾ അധികാരത്തിൽ ഏറ്റിയ അങ്ങ് തരുമെന്ന്. ആരും തരുന്നില്ല. ഇപ്പം തരാമെന്ന പലരും പറഞ്ഞ്. എല്ലാവരും വാഗ്ദത്തം അല്ലാതെ ആരാ തന്നേ, ആരും തരുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. എന്നിട്ടും ഇതെല്ലാം വിട്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. പള്ളിയിൽ കിടന്നില്ലെങ്കിലും കുടുംബക്കല്ലറയിൽ കിടന്നില്ലെങ്കിലും എവിടെ കിടക്കണം, നിത്യതയിൽ. അവരും അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തു, കാംക്ഷിച്ചു. സന്തോഷമല്ലേ? ആണോ? അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചതാ അല്ലേ? ഇറങ്ങിത്തിരിച്ചവർ പലരും എവിടെയൊക്കെയോ ഒന്ന് അപജയപ്പെട്ടു പോകുന്നുണ്ട്. അന്ന് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു, ഇറങ്ങിത്തിരിച്ചവർ വെള്ളമടിക്കില്ല, പുക വലിക്കില്ല. എന്തിന്? പല്ലുവേദനയ്ക്ക് പോലെ വെച്ചവരെ പോലും കത്രുമേശയെന്ന് മുടക്കി. പാവം, വേദന എത്തപ്പോൾ മുടക്കിയതാണ്. അന്നത്തെ ഏറ്റവും വലിയ വേദനാ സംഹാരിയായിരുന്നു പല്ലിനിടെ പോലെ വെക്കുക. അതുപോലും എടുത്ത് അച്ചാനോട് പറഞ്ഞു 6 മാസം എന്തെടുക്കണ്ട, കത്രുമേശ എടുക്കണ്ട, മുടക്കി. സങ്കടം പറയുക. അടുത്തിടയ്ക്ക് കണ്ട് മാട്രിമോണിയൽ കോളം, ബോൺ അഗെയിൻ ബാപ്റ്റിസ്റ്റ് സ്പിരിറ്റ് ഫിൽഡ് മാൻ സീക്കിംഗ് ഗേൾ ഒക്കേഷണലി ഡ്രിങ്ക്, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന. അപ്പോൾ എൻ്റെ അറിവിൽ അതിനൊരു പെണ്ണ് റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞാനും ബാപ്റ്റിസ്റ്റ് സ്പിരിറ്റ് ഫിൽഡ് സ്നാനപ്പെട്ടതാണ്, വല്ലപ്പോഴേ കുടിക്കത്തുള്ളൂ. അവർ കല്യാണം കഴിച്ചു, ഒരു പ്രശ്നമില്ല. എനിക്ക് അവനോട് ഒന്നുമില്ല, സന്തോഷം തോന്നി. എഴുതിയല്ലോ, അവൻ സത്യം പറഞ്ഞല്ലോ, വല്ലപ്പോഴും കുടിക്കുമെന്ന്. അവനെ എനിക്ക് അപ്രീഷിയേഷൻ, അവനെ കണ്ടാൽ ഞാൻ ഉമ്മ കൊടുക്കും. കാരണം അവൻ പറഞ്ഞല്ലോ. ആ പെണ്ണിനും നല്ല പെണ്ണ, ഒക്കേഷണലി ഡ്രിങ്ക് സമ്മതിച്ചല്ലോ, വളരെ കൂളായിട്ട് കെട്ടിച്ചു കൊടുക്കാതിരിക്കാനൊക്കെ. അപ്പം പലതും തിരിച്ചു കയറുമ്പം നഷ്ടപ്പെടുന്ന ഒരു കാര്യം മറക്കരുത്. ഏതാ? നിത്യത നഷ്ടപ്പെടും എന്നുള്ളത് മറക്കരുത്. എന്നെ അത് വല്ലാതെ അലർട്ടാക്കുന്നുണ്ട്. കാരണം ഒരു വാക്കുകൂടെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, എൻ്റെ നാമത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ അവിടെ ഗൗരവമായി ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയുന്ന പലരെയും ആരറിയണമെന്നില്ല, ക്രിസ്തു അറിയണമെന്നില്ല. എനിക്കത് പേടിയാണ്. തിരുവനന്തപുരത്തൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ധാരാളം പ്രസംഗിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഒരു വട്ടം അന്ന് ഈ ഫ്ലെക്സിൻ്റെ കാലമൊക്കെ, പോസ്റ്റർ മാറി ഫ്ലെക്സിൻ്റെ കാലമൊക്കെ വന്നിട്ട് ഇത്ര കാലമായുള്ളൂ, ഫോട്ടോയും ഫ്ലെക്സും ഒക്കെ. വർഷങ്ങൾക്ക് മുമ്പ് എളിയവനായി ഞാനും പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഇവിടുന്ന് പോകുമ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു മരത്തെ വലിയൊരു ഫ്ലെക്സ് ഇരിക്കുന്നു, എൻ്റെ പാസ്റ്റർ പ്രിൻസ് തോമസ് പ്രസംഗിക്കുന്നു. വണ്ടി ഓടിച്ച മോൻ പെട്ടെന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് രാത്രി കണ്ടു, അച്ഛാ എന്താടാ കണ്ടോ? എന്ത്? അച്ഛാ എൻ്റെ ഫ്ലെക്സ് ഇരിക്കുക, വലിയ ഫ്ലെക്സാണ്. അവനതിൻ്റെ ഫോട്ടോ സന്തോഷം കൊണ്ട. പക്ഷേ എനിക്ക് പെട്ടെന്ന് പേടിയാണ് തോന്നിയേ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം സാങ്കത്തികം അതല്ല, കോണ്ടസ്റ്റ് അതല്ല. എന്നാലും ഇതെല്ലാം അറിഞ്ഞിട്ടും അവനറിയാതെ പോയാൽ എന്തൊരു ഗതികേടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങേണ്ട ഒരു നിമിഷങ്ങളാണ്. അന്ന് അറിയാതെ പോയതുപോലെ അടുത്ത വരവിലും ചെല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, അറിയാതെ പോകാം. അതുകൊണ്ട് കർത്താവേ, ആ വരവെങ്കിൽ അറിയപ്പെടണമെന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നിത്യതയ്ക്ക് ഏത് കാര്യം ചെയ്താലും നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടരുത്. വീണ്ടും പറയുക, അത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അടുത്തിടയ്ക്ക് എനിക്കുണ്ടായ ഒരു മിസ്റ്റിക്കലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്നെ അത്ഭുതപ്പെടുത്തി. അതെൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, ഇറ്റ്സ് നോട്ട് എ ഡോക്ട്രിൻ, പക്ഷേ എൻ്റെ അനുഭവമാണ്. എനിക്കറിയാവുന്നൊരു കുടുംബം വിശ്വാസികളാണ്. ഇത് വിശ്വാസികളുടെ ആത്മീയ സംഗമമാണല്ലോ. അവർ നല്ലപോലെ ആത്മസ്നാനം ഒക്കെ ഉള്ളവരാണ്, എല്ലാം ഉള്ളവരാണ്. ഏതായാലും ഒരു ദിവസം അയൽക്കാരുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ വഴക്കങ്ങ് മൂത്തപ്പോൾ വിശ്വാസിയാണെന്ന് മറഞ്ഞുപോയി. പതുക്കെ ചീത്തവിളി തുടങ്ങി. അമ്മാമ്മയാണ് തുടങ്ങിയത്. അമ്മാമ്മയും കൂടെയുള്ള ചീത്തവിളി അച്ചാനും കൂടെ ഏറ്റുപിടിച്ചു. അങ്ങനെ അവസാനം നല്ലൊരു തെറി പാട്ടിൽ, വഴക്കിൽ കാര്യങ്ങൾ അവസാനിച്ചു. അപ്പോൾ അതിനടുത്തുള്ളൊരു പയ്യന് എന്നോട് പറഞ്ഞു, ഇന്നാര് ഭയങ്കര ചീത്തവിളിയായിരുന്നു, അവരങ്ങ് വിളിക്കുകയായിരുന്നു. ചെറുപ്പക്കാരനായതുകൊണ്ടും കൂട്ടുകാരനായതുകൊണ്ടും വിളിച്ച തെറി ഏതൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞു. ഇന്ന ഭാഷയാണ് വിളിച്ചത്. അതെൻ്റെ മനസ്സിലിരുന്നു.
ചിലരോടൊക്കെ നമുക്ക് പോയി വഴക്ക് പറയാം, ചിലരോട് ചോദിക്കാൻ ഒക്കുമോ? ഇല്ല. തിരുത്തപ്പെടാൻ താല്പര്യമുള്ളവരുടെ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? തിരുത്താനൊക്കെ. ചിലരോട് ചോദിച്ചാൽ അവർ ചോദിക്കും, നമ്മുടെ നേരെ ചാടി വരും. പിന്നെ അതുകൊണ്ട് പഞ്ചപുച്ഛം അടക്കി പ്രാർത്ഥിക്കാനേ ചിലപ്പം ശുശ്രൂഷകരായി നമുക്കൊക്കത്തുള്ളെന്നുള്ളതും സത്യമല്ലേ? ആണ്. ഞാനിതാ മനസ്സിൽ കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കുക, അല്ല എന്തോ ചെയ്യാനാണ്. ഒരു വർഷത്തിനേറെ കഴിഞ്ഞു ഈ സംഭവം കഴിഞ്ഞിട്ട്. എൻ്റെ അറിവിൽ അനുരഞ്ജനങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ശക്തമായി കൂട്ടായ്മ ആരാധനയ്ക്കെല്ലാം ഇവർ മുന്നിലുണ്ട്. കുറേ കാലം കഴിഞ്ഞ് ഞങ്ങൾ കുറേ പേര് ഒരുമിച്ച് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ കൂടെ എൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, കൃപാവരങ്ങളുള്ളവരുണ്ട്, ബിസിനസ്സുകാരൊക്കെയാണ്. അങ്ങനെ ചെന്ന് ഈ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ അവർക്ക് ഭയങ്കര എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാം. ശരി, ആയിക്കോട്ടെ, പ്രാർത്ഥിക്കാം. പായൊക്കെ ഇട്ടങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി. അമ്മാമ്മ ആരാധിക്കാൻ തുടങ്ങി, അച്ചായനും ആരാധിക്കാം. തോപ്പം അന്യഭാഷ കത്തി കയറുക, അടിച്ച് തകർത്ത് ആരാധിക്കുക. എൻ്റെ കൂടെ ഇരുന്ന ചെറുപ്പക്കാരൻ എന്നെ തോണ്ടി, ബിസിനസ്സുകാരനാണ്, പക്ഷേ 3 കൃപാവരങ്ങളുണ്ട്: ഭാഷ, വ്യാഖ്യാനം, പ്രവചനം. പുള്ളി എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു പോയേക്കാം. ഞാൻ ചോർത്ത്, എനിക്ക് ദേഷ്യം തോന്നി. ഇത്രയും നല്ല ആരാധന വരുമ്പോൾ ഇദ്ദേഹം കുഴപ്പമല്ലോ. തോണ്ടിയിട്ട് പറഞ്ഞു പോകാം. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്തിയിട്ട് പോയി. ഞാൻ ചോദിച്ചു അതെന്താ? അച്ചായനും അമ്മാമ്മയും തോപ്പം അന്യഭാഷയെ തെറി വിളിക്കുകയായിരുന്നു. പുള്ളിക്ക് വ്യാഖ്യാനമുണ്ട്. വിളിച്ച ഭാഷ എന്നോട് പറഞ്ഞു, കൂട്ടുകാരനായതുകൊണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി. അന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അതേ തെറിയാണ് ഈ പുള്ളിക്കാരൻ വ്യാഖ്യാനിച്ച് പറഞ്ഞു. അപ്പോൾ ആത്മാവിൽ ചീത്ത വിളിച്ചിട്ടിരുന്ന് തുള്ളിയാൽ ആത്മാവിൽ തെറി വിളിക്കും. പുള്ളിയെ കൊണ്ടുവരണോ? വ്യാഖ്യാനിക്കും. വേണ്ടാന്ന്. ഇന്നും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഞെട്ടിപ്പോയി. അന്ന് തൊട്ട് എനിക്ക് പേടിയാണ്. കാരണം നമ്മളും പക്ക മലയാളം സ്കൂളിൽ പഠിച്ചവന് അത്യാവശ്യം മുണ്ടൊക്കെ വേണ്ടി വന്ന ആരും ഇല്ലെങ്കിൽ മടക്കി കുത്താൻ പഠിക്കാത്ത ഒരാൾ. എനിക്ക് പേടിയായിപ്പോയി. കർത്താവേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി പ്രസംഗിച്ച് ആരാധിക്കുമ്പോൾ ഇതൊക്കെയാണ് വരുന്നെങ്കിൽ. അതുകൊണ്ടിപ്പം ഭാര്യയോടും ദേഷ്യപ്പെടാൻ പേടിയാണ്, പിള്ളേരോടും ദേഷ്യപ്പെടാൻ പേടിയാണ്. കാരണം നമ്മുടെ വായിലെ വാക്കുകളാലൊക്കെ എന്ത് ചെയ്യാം? ബന്ധിക്കപ്പെടാം. അതുകൊണ്ട് നിത്യതയ്ക്ക് തടസ്സമാകുന്ന ഒരു വാക്ക്, നിത്യതയ്ക്ക് തടസ്സമാകുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഇത്രയൊക്കെ ഞാനും വളരെ അലർട്ടാണ്, ഗൗരവമായിട്ടൊക്കെയാണ് ഞാൻ പറയുക. കാരണം എന്നെ അത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് പ്രാധാന്യമുള്ളൊരു കാര്യം. ദൈവമേ, ഇത്രയെല്ലാം ഓടിയിട്ട് അന്നെങ്ങാനും വിടപ്പെട്ടു പോയെങ്കിൽ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഉറക്കം പറഞ്ഞേ, പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. പ്രവാസകാലം. ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം മറ്റൊരു വാഹനമായിട്ട് ചെറുതായിട്ടൊന്ന് മുട്ടി. അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു സഹോദരൻ എന്നോടങ്ങ് ദേഷ്യപ്പെട്ട് പറഞ്ഞു, അച്ഛാ വണ്ടിക്കകത്ത് ഇറങ്ങി വന്നേക്കരുത്. കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇറങ്ങി വന്നിട്ട് പോട്ടെന്നും പറഞ്ഞിട്ട് കയറി ഇരുന്നാൽ താക്കോലും തന്നിട്ട് ഞാൻ പണിക്ക് പോകും. കാരണം അവൻ്റെ കയ്യിലെ കുറ്റമല്ലെന്ന് അവനെ അറിയാം. അവനങ്ങ് സങ്കടം വന്നു, അവൻ്റെ വണ്ടിയെ വന്ന് ഇടിച്ചാൽ. അവൻ ഇറങ്ങി പോകുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, 2 കൂട്ടരുടെയും കണ്ണാടി പോയിട്ടുണ്ട്. വണ്ടിയുടെ കണ്ണാടി പോയാൽ സാരമില്ല, ഇതിൻ്റെ പേര് വഴക്കുണ്ടാക്കിയാൽ എന്തിനെ ബാധിക്കാം? ഏതാ വലുത്? കണ്ണാടിയാണോ നിത്യതയാണോ? എപ്പോഴും ഓർത്തോണം. വഴക്കുണ്ടാക്കിയ എന്ന് ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി 2 കിടന്നു. അന്ന് രാത്രി കർത്താവ് വന്നു, പോകുമോ 2? അതുകൊണ്ട് ഇപ്പം പിണങ്ങി കിടക്കരുത്. അന്നെങ്ങാനും വന്നാൽ പോകുമോ? ഇല്ല. എന്നാലും പേടിയാണ് കേട്ടോ. ഒരച്ഛൻ രാത്രി എഴുന്നേറ്റപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഇതെല്ലാം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, രാത്രി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. പുള്ളിക്കാരത്തി അടുക്കളയ്ക്കാണ് പോയത്. പുള്ളി അന്തം വിട്ടുപോയി. കാരണം പുള്ളിക്കറിയാം, പുള്ളി പോയില്ലെങ്കിലും ആര് പോവും? പുള്ളി പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കർത്താവ് വന്ന് കാണണം. എങ്ങാനും പോയെങ്കിൽ വിടപ്പെട്ട് പോയാൽ. അതുകൊണ്ട് കർത്താവേ, അന്നറിയണം. ആ വരവെങ്കിൽ അറിയപ്പെടാൻ എന്താ വഴി? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ എന്തു കൊടുത്തു? അത് ഈ കൈക്കൊള്ളുക, വിശ്വസിക്കുക, രണ്ടും രണ്ടാണ്. വിശ്വാസം ഭൗതികമാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാം ബുദ്ധിപരമാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും യേശുവിനെ വിശ്വസിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ ആണ്, വിശ്വസിക്കുന്നവരാണ് അല്ലേ? നമ്മുടെ നാട്ടുകാർ ഒത്തിരി പേര് യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. ബസ്സിലൊക്കെ പ്രൈവറ്റ് ബസ് കയറിയ 3 ഫോട്ടോ കാണും. ഒന്നാരുടെ ആയിരിക്കും? ഒന്ന് യേശുവിൻ്റെ, ഒന്ന് മറ്റൊരാളുടെ ആയിരിക്കും, ഒന്ന് മറ്റൊന്നൊരു അറബിയിലുള്ള എഴുത്തായിരിക്കും. അവർക്കെല്ലാവരെയും എന്താ? എല്ലാവരെയും വിശ്വാസ. ഞാൻ അവരെ എല്ലാം റെസ്പെക്റ്റോടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന വിശ്വാസം വെറും ബുദ്ധിപരമായ വിശ്വാസമല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു വിശ്വാസമാണ്. അവനെ എന്ത് ചെയ്യണം?
കൈക്കൊള്ളാം. ഈ കൈക്കൊള്ളുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമാന്മാർക്ക് കഴിയുന്ന കാര്യമല്ല, ബുദ്ധിക്ക് അപ്പുറമുള്ളൊരു കാര്യമാണ്. എളിവനായി ഞാനതിന് പറയുന്നൊരു കഥയുണ്ട്. ക്രിസ്മസ് വരികയാണ്, ഇപ്പം വരും. ഡിസംബറിൽ എന്താ? ക്രിസ്മസാണ്. ഇന്ന് ക്രിസ്മസിൻ്റെ ഡേറ്റൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട്, അതിൻ്റെ അവധി കുറയ്ക്കുന്നു. കുറച്ചാണ്ട് കഴിയുമ്പം ഇന്ത്യൻ സിനാരി ഒരു ക്രിസ്മസ് പോലും ചിലപ്പോൾ എന്ത് കാണത്തില്ലെന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്. എന്നാലും ക്രിസ്മസ് ഒരു വലിയ സന്തോഷമാണ്. ഇവിടെ ഉണ്ടോ? കാണുമല്ലോ. മതവും ജാതിയും വർഗീയവും വർണ്ണവും ഒന്നുമില്ലാതെ പിള്ളേരെല്ലാം കൂടെ ഇറങ്ങും. പുൽക്കൊടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിൻ ഓർ വീട് വിടാനന്തരം കയറി പാടും. ഇവിടെ പാടുമോ? പാടും. പോകാൻ നേരത്തെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ അവന്മാരെന്തെങ്കിലുമൊക്കെ പണിയും തരും. പണ്ടൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇവിടുത്തെ തുണി കൊണ്ട് അവിടുത്തെ വീട്ടിൽ ഇടുകയും അവിടുത്തെ തുണി കൊണ്ടുവന്ന് ഇവിടെ ഇടുകയൊക്കെ ചെയ്യും. പൈസ കൊടുത്തില്ല ഇവന്മാരെന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുകയാണ്. ഇപ്പോൾ അതിനുള്ള തൻ്റെ ഇടമുള്ള പിള്ളേരൊന്നുമില്ല. എന്നാലും പൈസ കൊടുത്തു കഴിയുമ്പോൾ അവർ പാടും. സന്തോഷ സൂചകമായി തന്ന അത് സ്വീകരിച്ച് ബാലരായ ഞങ്ങളിതാ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൊടുക്കും. അതൊരു സന്തോഷമാണ്. ക്രിസ്മസ് വന്നു, വിദേശത്താണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ സമയമായപ്പോൾ പള്ളിയോട് ചേർന്ന സ്കൂളും പള്ളിക്കൂടം. അപ്പോൾ ആ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകാർക്കും അവർ ഓരോ അസൈൻമെൻറ്റ് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കരോളുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് കരോളാണ്. 8ാം ക്ലാസ്സുകാർക്ക് കൊടുത്ത കരോള് തിരുപ്പിറവിയാണ്. യേശുവിൻ്റെ ജനനം നാടകമാക്കാൻ അവർ പഠിപ്പിച്ചു, എല്ലാം റെഡിയായി. പക്ഷേ അവിടെ മുമ്പിലൊരു പ്രശ്നം. ആ ക്ലാസ്സിൽ ഇച്ചിരി ബുദ്ധിവൈകല്യമുള്ള പുറകിൽ നിൽക്കുന്നൊരു കുഞ്ഞുണ്ട്. അവനെ പറയാനും നാടകം സ്ക്രിപ്റ്റ് പഠിച്ച് പറയാൻ അവന് പാടാം. അപ്പോൾ അവനെ എന്തോ ചെയ്യണം, അങ്ങ് ഒഴിവാക്കിയേക്കാം. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, പാവം പിടിച്ചൊരു കൊച്ചനെ ഒഴിവാക്കിയാൽ ഉണ്ണിയേശു സഹിക്കുമോ? ഇല്ല. അപ്പോൾ അവനെ ഒഴിവാക്കാൻ ഒക്കുമോ? ഇല്ല. ക്രിസ്തു ആരെയും ഒഴിവാക്കിയില്ലല്ലോ. അപ്പോൾ ഇനി അവനെ എങ്ങനെ ചേർക്കാം? അവസാനം അവരെല്ലാം കൂടെ തീരുമാനിച്ചു, സത്ര ഉടമയാക്കാം. യേശു ജനനത്തിന് വേണ്ടി ജോസഫ് മറിയത്തെ താങ്ങി പിടിച്ചുകൊണ്ട് വരുമ്പോൾ വാതിൽക്കൽ നിന്ന് മുട്ടിയിട്ട് ചോദിക്കും, ഇവിടെ ഒരു കട്ടിൽ തരാമോ? അപ്പം സത്രണമോ പറയണം, സോറി ഹിയർ നോ പ്ലേസ്, ഇവിടെ സ്ഥലമില്ല. അത്രയേ ഉള്ളൂ ജോലി. അത് തന്നെ ഈ കുഞ്ഞിൻ്റെ പേര് വാലസെന്ന. കുറേ കഷ്ടപ്പെട്ടാണ് പഠിച്ചെടുത്തത്. നാടകം തുടങ്ങാറായി. കട്ടം പൊങ്ങി, നാടകം തുടങ്ങി. പാപം മറിയ ഗർഭിണിയാണ്, ക്ഷീണിച്ചിരിക്കുക. മറിയത്തെ താങ്ങി പിടിച്ചുകൊണ്ട് ജോസഫ് വരിക. വന്നു, വാതുക്ക മുട്ടി. ഈ കുട്ടിയുടെ പേര് വാലസെന്ന. പാവം, സ്ലോയ, വലിയ ബുദ്ധിയൊന്നുമില്ല. അവൻ വന്ന് കതക് തുറന്നു. ജോസഫ് ചോദിച്ചു, സ്ഥലമുണ്ടോ? പറയണം. സ്ഥലമില്ല. സോറി, കതക് അടയ്ക്കണം. പക്ഷേ വാലസിന് മറിയത്തെ കണ്ടപ്പോൾ അങ്ങ് സങ്കടമായി. വാലസ് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ടീച്ചർമാർ ഫ്രണ്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുത്തു, പറ വാലസ്, ടെൽ നോ പ്ലേസ്. നമ്മൾ ഈ സംഗീതത്തിനും മനപ്പാഠവാക്യം പറയാൻ കുഞ്ഞുങ്ങൾ വന്ന് ഫ്രണ്ട് നിൽക്കത്തില്ലേ? അവരാണോ പറയുന്നത്? മുമ്പിൽ ഇരിക്കുന്ന അമ്മയാണോ? ആരാ പറയുന്നേ? അമ്മയാണ്. യഹോവ എൻ്റെ പറയത്തില്ലേ? ഇതുപോലെ അങ്ങനെയല്ലേ പലരും അമ്മയെ നോക്കിയല്ലേ പറയുന്നത്. പാവം അച്ഛൻ ഇത് അറിഞ്ഞിട്ടും ഇല്ല, പുള്ളിക്കിനകത്തൊന്നും പങ്കുമില്ല. ഇതെല്ലാം ആരാ? അമ്മയാ. ഏതായാലും വാലസിനോട് അവിടെ നിന്നോട് പറഞ്ഞ് ടെൽ. ഒടുവിൽ വാലസ് പറഞ്ഞു, നോ പ്ലേസ്, സോറി. ഉടനെ എന്താ അടയ്ക്കണം? കഥ അടയ്ക്കണം. പക്ഷേ വാലസ് കഥ അടച്ചില്ല. അവനിങ്ങനെ നോക്കി നിൽക്കുക. പാവം അവൻ. ജോസഫിൻ്റെ മറിയത്തിനെ പോക്കി നിന്നപ്പോൾ അവനങ്ങ് കരച്ചിൽ വന്നു. അവനങ്ങ് കരയാൻ തുടങ്ങി. കഥ അടച്ചില്ല. അവർ ജോസഫ് മറിയത്തിനെ താങ്ങി പിടിച്ച് തിരിച്ചു പോവുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ വാലസ് കൈ കൊട്ടിയിട്ട് തിരിഞ്ഞു നോക്കിയും പറഞ്ഞു, എൻ്റെ കട്ടിൽ അങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ നാടകം നടത്തും? തെറ്റിപ്പുറവി ഇനിയുണ്ട്. ഇടയന്മാർ വരണം, വിദ്വാന്മാർ വരണം, പൊന്നും മൂരും കുന്തിരിക്കാൻ കാഴ്ച വയ്ക്കണം, ഒക്കെ നടക്കണ്ടേ? അതിനി എന്തോ ചെയ്യും? പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും നിശബ്ദരായി. ഒരത്ഭുതം നടന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി. ആ പ്രാവശ്യത്തെ ഏറ്റവും നല്ല നാടകമായിട്ട് തിരഞ്ഞെടുത്തു. വാലസിന് വലിയ ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വാലസ് പറഞ്ഞു, എൻ്റെ സ്ഥലം നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് കൈക്കൊള്ളുക എന്ന് പറയുന്നത്. ബുദ്ധിമാന്മാർക്ക് ഇത് ഒക്കത്തില്ല. അല്പം പോഷമായ ജ്ഞാനികൾക്ക് ലജ്ജിപ്പിച്ചിട്ട് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ ഒരു രക്ഷയുണ്ട്. ആ രക്ഷ ഒത്തിരി പേര് പറഞ്ഞു വേണ്ടാന്ന്. പക്ഷേ സാധുക്കളായ ചെല്ല പറഞ്ഞു, ഇവിടെ ഇടമുണ്ടെന്ന്. എവിടെ? ഇവിടെ ഇടമുണ്ട്. അതാണ് രക്ഷ മക്കളെ. ഇവിടെ ഇടമുണ്ട്. എത്ര പേര് പറയും ഇവിടെ അങ്ങേക്ക് ഇടമുണ്ട്, ഇവിടെ ഇടമുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തെ കർത്താവായി വിശുദ്ധീകരിച്ച് അങ്ങേക്ക് ഇടം കൊടുക്കുന്നതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. എത്ര പേർക്ക് കരം തൊട്ടൊന്ന് പറഞ്ഞേ, ചങ്കിലോട് കൈവച്ചിട്ട് പറ, ഇവിടെ അങ്ങേക്ക് ഇടമുണ്ട്. ഇവിടെ വേറെ ആർക്കും അവിടെ ഇടം കൊടുക്കരുതേ. നമ്മുടെ മക്കളുടെയൊക്കെ ഒരു ഭാഷയാണ്. ചങ്കാണ് ഇവൻ എൻ്റെ ചങ്ക് ബ്രോയ, ഇവനെൻ്റെ ചങ്കാണ്. സത്യത്തിൽ ചങ്കിനോട് ചേർത്ത് പിടിക്കേണ്ട ഒരാളുണ്ട്. ചങ്ക് ബ്രോയായി എന്തെങ്കിലും ആട്ടെ ഭാഷ. എൻ്റെ ഏറ്റവും വലിയ ചങ്ക് സ്നേഹിതനായി ചങ്കിനോട് ചേർക്കാൻ പറ്റിയ ഒരാളുണ്ട്. അത് ക്രിസ്തുവാണ്. അവനതുകൊണ്ടാണ് വചനം പറയുന്നു, അവനെ കൈക്കൊള്ളണം. ചങ്ക് തകർത്ത് നമ്മെ സ്നേഹിച്ച
ക്രിസ്തുവിനെ ചങ്കിനോട് ചേർത്ത് പിടിച്ച് ചങ്കിൻ്റെ ചങ്കാക്കുമ്പോൾ പറയും അവനെ കൈക്കൊള്ളുകയാണ്. ബുദ്ധിമാന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കും. വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത ശിശുക്കൾ ശൈശവ സഹജമായി നേർമെടുത്ത് പറയും, യേശുവേ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക്, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക്. രക്ഷ വ്യക്തിപരം, രക്ഷ വ്യക്തിപരം, രക്ഷ വ്യക്തിപരം. ആരാധന എല്ലാവരും കൂടെ ആണെങ്കിലും രക്ഷാനുഭവം വ്യക്തിപരമാ. എത്ര പേരുന്ന് രാത്രി ഒന്നുകൂടെ പറയും, ഓരോ യോഗം ഒരു പുനഃസമർപ്പണമാ. എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്ക് ഇടമുണ്ട് കർത്താവേ. മക്കളൊക്കെ പറഞ്ഞേ, ഇവിടെ കർത്താവിനെ ക്ഷണിക്കണം. എവിടെ? ഇവിടെ, ഇവിടെ, ഇവിടെയാ കേട്ടോ, ഇവിടെ. യേശു വസിക്കുന്ന ഒരിക്കലും ദേവാലയത്തിലല്ല, അവിടെ സാന്നിധ്യം ഇല്ലെന്ന് ഞാൻ പറയില്ല. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഗാത്രത്തിലിരിക്കുന്ന ദേവനെ അറിയാതെ ക്ഷേത്രത്തിന് വലം വെക്കുന്ന വൃഥ. ക്ഷേത്രത്തിനൊക്കെ വലം വെക്കാറുണ്ട്, വിത്ത് ഓൾ റെസ്പെക്ട്, ബഹുമാനത്തോടെ പറയുക. പക്ഷെ ചൊല്ല് മലയാളത്തിൽ ഗാത്രത്തിലിരിക്കുന്ന ദേവൻ. ഗാത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരമാണ്. ശരീരത്തിലിരിക്കുന്ന ദേവനെ അറിയാതെ ക്ഷേത്രത്തിന് വലം വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ കർത്താവ് സ്വീകരിക്കുമ്പോൾ ഇത് ദേവാലയമാകും. നിങ്ങളുടെ ശരീരം അവൻ്റെ ആലയമാണ്, അവിടുത്തെ മന്ദിരമാണ്. അതുകൊണ്ടാണ് ആലയം എന്തുമാത്രം സൂക്ഷിക്കപ്പെടണം. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്, പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ തിണ്ണയിലോ അമ്പലത്തിൻ്റെ ശ്രീകോവിലോ ആരെങ്കിലും ഒരു മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇവിടെ മതലഹള ഉണ്ടാകത്തില്ലേ? ഇവിടുത്തെ ഒരു മോസ്കിലോ ഒരു മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇവിടെ ഒരു മതലഹള ഉണ്ടാകത്തില്ലേ? കുരിശടി തകർത്താൽ മാലിന്യം ഇവിടെ കലഹം ഉണ്ടാകത്തില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർത്തണം, ഈ ആലയം അശുദ്ധീകരിച്ചാൽ ഒരാൾ സങ്കടപ്പെടും. ഈ ആലയം അശുദ്ധീകരിച്ചാൽ സങ്കടപ്പെടുന്നത് മറ്റാരുമല്ല. ആലയം അശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് കുളിക്കാതിരിക്കുന്ന കാര്യം മാത്രമല്ല കേട്ടോ. ആലയത്തെ അശുദ്ധമാക്കാൻ പാടില്ല. ചങ്കിനകത്തിരിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ അത് നമ്മുടെ ശ്രീകോവിലാണ്. ആ ശ്രീകോവിൽ വിശുദ്ധിയായി സൂക്ഷിക്കപ്പെടേണ്ടതാണ്. എൻ്റെ ദൈവമേ, അശുദ്ധിയെല്ലാം ചാരമാക്കി എന്നെ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച്, കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച്, അശുദ്ധിയെല്ലാം ചാരമാക്കി എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച്, ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അശുദ്ധിയെല്ലാം ചാരമാക്കണേ, എന്നെ തിളങ്ങുന്ന ഒരു മുത്താക്കണമേ. അങ്ങയെ സ്വീകരിച്ചവരെ അശുദ്ധികളുടെ ലോകത്തുനിന്ന് ദൈവമേ രക്ഷിക്കണേ. നിത്യതയെ ബാധിക്കുന്ന എല്ലാ ഏടാകൂടത്തിൽ നിന്നും വിടുവിക്കണമേ. എൻ്റെ പൊന്നു മക്കളെ, നിത്യതയെ ബാധിക്കുന്ന എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ശംഭു ആയിരിക്കാം, അതൊരു പക്ഷേ മദ്യമായിരിക്കാം, അതൊരു പക്ഷേ ചെറിയ ദൈവികതമല്ലാത്തൊരു ബന്ധമായിരിക്കാം, ദൈവികതമല്ലാത്തൊരു ഫോൺ കോളും കോൺടാക്ട്സും ആയിരിക്കാം. എൻ്റെ ദൈവമേ, വേണ്ട കർത്താവേ, എൻ്റെ ചങ്കിലിരിക്കുന്ന എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും എന്നെ ഒഴിവാക്കണേന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഇരുകരങ്ങളും അവിടെ കയ്പ്, പക, ദുഷ്കാമം, അശുദ്ധി, ദൈവഹിതമല്ലാത്ത എല്ലാം എന്നിൽ നിന്ന് മാറ്റി എന്നെ ഒന്ന് വിശുദ്ധീകരിച്ച് അങ്ങയുടെ മുത്താക്കണേന്ന് പ്രാർത്ഥിക്കുന്നവർ കർത്താവിനോട് പ്രാർത്ഥിച്ച്, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, ഈ പറയുന്ന ഞാൻ ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട് പറയുകയല്ല കേട്ടോ. എളിവനായ, ബലഹീനായ, കുറവുകളുള്ള, ഏഴയായ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്തും പ്രാർത്ഥിക്കണമേ എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയോടെ ഞാനും പറയട്ടെ. നമുക്കെല്ലാം പറയാം, എൻ്റെ ഹൃദയത്തിലാണ് അങ്ങ്. ഹൃദയത്തെ സ്വീകരിച്ചവരെ അവിടെ നിന്നുകൊണ്ട് അങ്ങ് ഒരിക്കലും ഞരങ്ങരുത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ദുഃഖിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഉയർന്നിരിക്കട്ടെ. ഓ ഹല്ലേലൂയ. ശുദ്ധിക്കായി നീ യേശു സമീപേ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ഹിമമ്പോൾ നീ കളങ്കമോ നിൻ ആങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകൂ രക്തത്തിൽ, ഹിമമ്പോൾ നീ കളങ്കമോ നിൻ ആങ്കി കുളിച്ചോ. അങ്ങയ്ക്ക് ദുഃഖം വരുന്ന, അങ്ങയെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എന്നോടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ, എളിവരെ ഒന്ന് കഴുകി, ഇത് കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസമാണ്, എന്നെ ഒന്ന് വിശുദ്ധീകരിച്ച്
ആ ദിവസം അറിയാതെ പോകാൻ ഇടയാകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അടുത്തത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഒന്ന്, കൈക്കൊള്ളുക. വിശ്വാസത്തിനപ്പുറമാണ്, വിശ്വാസത്തിനപ്പുറമാണ് കൈക്കൊള്ളുക. ആണ് ഒത്തിരി പേരാരാണ്? ഒത്തിരി പേരാരാ? വിശ്വാസികളാണ്. വിശ്വാസത്തിനപ്പുറത്താണ് കൈക്കൊള്ളുക. അത് കുറച്ചുകൂടെ ബുദ്ധിപരമല്ല, ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവിടുത്തെ കർത്താവിനെ വിശുദ്ധീകരിക്കുകയാണ്. അവരാരായി മാറും? ദൈവ മക്കളായി മാറും. ഇന്നത്തെ മനുഷ്യൻ്റെ രണ്ടാം ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് കോവിഡാനന്തര ഭൂമിയുടെ വലിയൊരു പ്രശ്നമാണ് ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി, മാനസിക രോഗം, വിഷാദം എന്ന് വേണ്ട മനുഷ്യരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരാ. ആണോ? നിങ്ങൾ ധാരാളം കേൾക്കുന്നുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ ഡിപ്രഷനിലേക്ക് പോവുക. അവരത് ഒരു ഭാഗമായിട്ട് മാറി ജീവിതത്തിൻ്റെ. മരുന്നെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം പഴയ പോലെ അല്ല, ഒത്തിരി പേർക്ക് ഈ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പലപ്പോഴും ഈ പ്രശ്നങ്ങളെയൊക്കെ കൊണ്ടുവന്നത് നമുക്കൊരു നിമിഷം തോന്നും ആരുമില്ലെന്നൊരു ചിന്ത. ഒറ്റപ്പെടേണ്ട ഒരു ലോകമാണ്. പ്രത്യേകിച്ച് ഈ പട്ടണമൊക്കെ അങ്ങനെ ഒരു ലോകമാണ്. സിറ്റിയെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ ഞാൻ കേട്ടു. തിരുവനന്തപുരം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. തിരുവനന്തപുരം പട്ടണത്തെ പഠിക്കുന്നവർ രണ്ടായിട്ടാണ്, റൂറലും അർബനുമാണ്. തിരുവനന്തപുരം പട്ടണം അർബനാണ്, അർബനൈസേഷൻ. ഇച്ചൂടൊക്കെ അങ്ങോട്ട് മാറിയാൽ ജില്ലയ്ക്കപ്പുറത്ത് തന്നെ എന്തുണ്ട്? റൂറൽ ഏരിയ ഉണ്ട്. അപ്പോൾ റൂറലായിട്ടും അർബനായിട്ടും തിരിച്ചാണ് തിരുവനന്തപുരത്തെ എനിക്ക് തോന്നുന്നു അവരെല്ലാവരും പഠിക്കുകയും അതിൻ്റെ അധികാരികൾ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അർബൻ അഥവാ സിറ്റികളുടെയൊക്കെ ഒരു നല്ല ഡെഫിനിഷൻ കേട്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ഒറ്റപ്പെട്ട ആരോരും ഇല്ലാത്ത കുറേ പേർ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്? സിറ്റി. അതല്ലേ സത്യം? അപ്പുറത്താരാന്ന് ആർക്കും അറിയത്തില്ല, ആരുമില്ലാത്ത ഒത്തിരി പേര് ഒറ്റയ്ക്കൊക്കെ താമസിക്കുക. അപ്പം മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പലർക്കും അകത്തൊരു സങ്കടം, എനിക്ക് ആരും ഇല്ല. അത് ചിലപ്പം ഭർത്താവും ഭാര്യയും കുടുംബമായിട്ടൊക്കെ താമസിക്കുമ്പോൾ പോലും നമുക്കങ്ങ് തോന്നിപ്പോവും ആരുമില്ലെന്ന്. കാരണം ഈ മക്കളാരും മിണ്ടാറില്ല. അവർ വരും ഫോണുമായിട്ട് അവിടെ മേളത്തെ മുറിയിൽ പോവും. അവർ കഥ കടച്ച് അതിനകത്തിരിക്കും. അവർ തോണ്ടി നേരം വെളുക്കോണ്ടിരിക്കും. രാത്രിയിൽ എപ്പോഴെങ്കിലും വന്ന് കഴിക്കും. തോന്നുമ്പോൾ എഴുന്നേറ്റ് വരും. ഗതികേടാ. പിന്നെ ഈ പിള്ളേർ അമ്മയൊക്കെ എന്തോ ചെയ്യും? അവിടെ ഒരു അമ്മച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ അമ്മച്ചിക്ക് ഇപ്പം പവർ വിഷൻ ഉള്ളത് കൊണ്ട് വലിയ സന്തോഷമാണെന്ന് പറഞ്ഞു. അത് വെക്കാൻ അറിയത്തില്ല. പിന്നെ പിള്ളേരുടെ ഒറ്റ കാര്യം പറയും, അതെന്ത് ചെയ്യണം? വെച്ച് തരണം. വേറെ ആരും ഇപ്പം ടി വി കാണാറില്ല, പിള്ളേരാരും ടി വി നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പവർ വിഷൻ ഉള്ളതുകൊണ്ടാണ് മോനെ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്നാലും ആരുമില്ലാത്ത ഒത്തിരി പേരാ. അത് കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെയാണ്. കുഞ്ഞ് അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് കരയുക, അപ്പച്ചൻ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കരയുക. കാര്യം ഇത്രയേ ഉള്ളൂ. കുഞ്ഞ് അപ്പച്ചനടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പച്ച എൻ്റെ മോനെ എൻ്റെ കൈ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്പൂണ് താഴെ പോയി. അതിന് അയ്യോ എൻ്റെ അമ്മ എന്നെ എടുത്തിട്ടങ്ങ് അടിച്ച് പൊട്ടിച്ചു. അപ്പച്ച വേറെ ഒന്നും ഞാൻ ചെയ്തില്ല, സ്പൂണ് പോയതാ, അമ്മ എന്നെ അടിച്ച് പൊട്ടിച്ചു, എനിക്കാരുമില്ല അപ്പച്ച. അപ്പച്ചൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാനും കഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂണ് താഴെ പോയി, എൻ്റെ അമ്മ എന്നെ അടിച്ചില്ലെന്നുള്ളടാ. മുതുക്കൻ, നശിപ്പിക്കാൻ, മുട്ടിപ്പിക്കാൻ വന്നിരിക്കുക, ഇഷ്ടം പോലെ പറഞ്ഞു. അപ്പച്ചനും മോനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്കും ആരുമില്ല. കുഞ്ഞിൻ്റെ സങ്കടവും ആരുമില്ല, അപ്പച്ചൻ്റെ സങ്കടവും ആരുമില്ല. ആരുമില്ലാത്ത ലോകമായിരുന്നു. ആരുമില്ല. ഞങ്ങളുടെ പാസ്റ്റർമാരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാം. എല്ലാവരും പ്രശ്നം വരുമ്പോൾ വീട്ടിൻ്റെ പ്രശ്നം ഉണ്ടായാൽ ആരോട് വന്ന് പറയും, പക്ഷേ ഞാനും ഭാര്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നമാണ് പക്ഷേ, അവൾ എന്നോട് മിണ്ടിയിട്ട് ഒരാഴ്ചയായി പക്ഷേ, എനിക്ക് അവൾ എന്നോട് മിണ്ടുന്നില്ല പക്ഷേ, ഒന്ന് ഇടപെടണേ. ഇപ്പം ഞാൻ വന്നേക്കാം. എൻ്റെ ഭാര്യ പിണങ്ങിയിരുന്നാൽ ഞാൻ ആരോട് പറയും? വിശ്വാസികളെ വിളിച്ച് പറയട്ടെ, സഹോദരി ഒന്ന് ഇടപെടാമോ? തീർന്നു. പിന്നെ എൻ്റെ ദൈവദാസന്മാരെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവർ പറയും ചങ്കാണ്, അതാണ് ഇതാണ്, ഒറ്റ കാര്യം പറഞ്ഞേക്കല്ലേ. നമ്മുടെ കാര്യമല്ല, നമ്മുടെ കാര്യമാണ്. സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞാൽ പുള്ളി അടുത്ത ട്രാൻസ്ഫറിന് 8ൻ്റെ പണി തരും. നേതാവിനോട് പറഞ്ഞാൽ പറയും പിരിച്ചു വിട്ടേക്കാൻ. ആരോട് പറയും? ഇറ്റ്സ് എ റിയൽ പ്രോബ്ലം. ആരും ഇല്ലാത്തൊരു വർഗം ഉണ്ടെങ്കിൽ അത് ആരാന്നറിയാവും? പാസ്റ്റർമാരാ. പല സങ്കടങ്ങളും പറയാനൊക്കാത്തവരാ. സത്യമായിട്ടും പറയുന്ന കാര്യം, ഇതെല്ലാം റിയാലിറ്റിയാണ്.
ആരും ഇല്ലാത്തവരാണ് മനുഷ്യർ. പക്ഷേ ആരും ഇല്ലാത്തവർക്ക് ആരോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ക്രിസ്തുവിൻ്റെ സന്നിധിയാണ്. അവിടെ പറയുക, അവനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലാത്തവരല്ല, എനിക്കൊരു അപ്പനുണ്ടെന്നുള്ളത്. ആ അപ്പൻ എന്നോട് പറഞ്ഞെന്ന്, നീ എൻ്റെ ആരാ മോന, അവനെ കൈക്കൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവരും ദൈവ മക്കളായിത്തീരും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നു, കാൺമീൻ ദൈവ മക്കളെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയില്ല, എൻ്റെ അപ്പനും അമ്മയും മരിച്ചതാണ്. പക്ഷേ എനിക്ക് കൂടപ്പുറപ്പില്ല, എൻ്റെ കൂടപ്പുറപ്പും മരിച്ചതാണ്. പക്ഷേ എനിക്കൊരാളെ അറിയാം, എൻ്റെ കണ്ണ് നനഞ്ഞാൽ അറിയുന്ന, എൻ്റെ മുഖം പാടി അറിയുന്ന, എൻ്റെ കട്ടിലിനരികെ വരുന്ന ഒരാളെ എനിക്കറിയാം, പേര് യേശു. അവനെനിക്ക് അപ്പനാണെങ്കിൽ പിന്നെ ഞാനെന്തിനീ ആരുമില്ലെന്നൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൽ ഏറെ കടന്നുപോയ സാധു ഉറക്കപ്പാടി, പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മേ കവിഞ്ഞാർദ്രവാനും വിധവയ്ക്ക് കാന്തനും സാധുവിന് അപ്പവും. എല്ലാവർക്കും എനിക്കൊരപ്പനുണ്ട്. അവനെ കൈക്കൊണ്ടാൽ ഈ ദൈവം എൻ്റെ പിതാവാണ്. ആ ദൈവം എൻ്റെ പിതാവായ പിന്നെ ഞാൻ അനാഥനല്ല. അവനെൻ്റെ അപ്പന. ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ കൊടുക്കുന്ന ഒരപ്പൻ എനിക്കുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരൊക്കെ കരമുയർത്തുക. അവർ പിന്നെ ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്യുന്നത് പലപ്പോഴും എന്താ, ഒറ്റ നിമിഷം തോന്നുന്നു എനിക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോഴാണ് ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുക. അപ്പം പറയും, നീ ആരുമില്ലാത്തവനോ ആരുമില്ലാത്തവളോ അല്ല, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ഞാൻ നിനക്കില്ലയോ, നീ എൻ്റേതല്ലയോ എന്ന് ചോദിക്കുന്ന ഒരാളുടെ പേരാണ് പിതാവാം ദൈവം. ദൈവം നമുക്ക് അപ്പനെ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ഈ ദൈവം എൻ്റെ പിതാവായി മാറുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, ഓൺലൈനിലൂടെ കേൾക്കുന്ന, ഇവിടെ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ബുദ്ധിക്കപ്പുറം യേശു വന്നാൽ നീ പിന്നെ ഒറ്റയല്ല, ഒറ്റയല്ല, ഒറ്റയല്ല. എല്ലാം അറിയുന്നൊരു പിതാവുണ്ട്. അവൻ പറയും, ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല, ഒറ്റയ്ക്ക് വിടത്തില്ല. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവും എല്ലാമായ കർത്താവ്. നാം അനാഥരല്ല, നാം അനാഥരല്ല, നാം അനാഥരല്ല. ആരുമില്ലാത്തവരെ, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവി. ഓ പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയ്ക്കു കാന്തനും സാധുവിന് പവുമെല്ലാം നിർവേശനെ വിധവയ്ക്കു കാന്തനും സാധുവിന് പവുമെല്ലാം സർവേശനെ. മക്കളാൽ മനസ്സിലാക്കപ്പെടാത്ത മാതാപിതാക്കൾ, മക്കളെ മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ആരുമില്ലാതെ പോകുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും ഒരുവനുണ്ട്. കാൺമീൻ, നാം ദൈവമക്കളായി തീരും. അവിടെ ആ പദവി ലഭിക്കുന്ന അവകാശം ഈ ദൈവം എൻ്റെ പിതാവായി മാറുകയാണ്. ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ഒറ്റയാൾ ക്രിസ്തുവാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു പക്ഷേ അപ്പൻ ചിറക്ക് ഓർമ്മയ്ക്ക് മുമ്പേ നഷ്ടപ്പെട്ട് കാണാം. പല അപ്പന്മാരും കേരള മണ്ണിൽ അത്ര നല്ല ഓർമ്മയല്ല. ചവിട്ടി തൂക്കുന്ന അപ്പൻ, ബെൽറ്റ് ഉരിയടിക്കുന്ന അപ്പൻ, മദ്യപിച്ച് ആടി വരുന്ന അപ്പൻ, അങ്ങനെ ഒത്തിരി അപ്പന്മാർ നല്ല ഓർമ്മയല്ല. പക്ഷേ ഇങ്ങനെയൊരു അപ്പനുണ്ട്, തെറ്റ് ചെയ്താലും കാത്തിരിക്കുന്ന ഒരപ്പൻ.
ധൂർത്തപുത്രനെ നോക്കി കാത്തിരിക്കുന്ന ഒരപ്പൻ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരപ്പൻ, തിബ്രിയാസിൻ്റെ കടൽക്കരയിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്ന മക്കളെ നോക്കി വല്ലതും കഴിച്ചോ മക്കളെ എന്ന് ചോദിച്ച ഒരപ്പൻ. ഇങ്ങനെ ഒരു അപ്പനുണ്ട്. ഈ അപ്പൻ്റെ പേരാ പിതാവാണ്. ഈ രാത്രി എളിവനായ ഞാൻ ഒരു 40 വർഷത്തെ ക്രിസ്തീയ അനുഭൂതി എന്ന് പറയുന്നു. എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, എനിക്കൊരപ്പനുണ്ട്, സ്വർഗസ്ഥനായ എൻ്റെ അപ്പൻ. കുറവുകളുള്ളവനാണെങ്കിൽ, ബലഹീനതകളുള്ളവനാണ്, തെറ്റുകളുള്ളവനാണ്, തള്ളിക്കളഞ്ഞിട്ടില്ല, ഓടി അടിച്ച് കൂടിച്ചിട്ടില്ല. ഇന്നും കണ്ണു നനഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരപ്പൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ദൈവം എൻ്റെ അപ്പനാ. ദൈവമക്കളാണെന്നുള്ള ഉറപ്പുണ്ടോ? അതൊരു ഉറപ്പാണ് കേട്ടോ. അത് ഭയങ്കര ഉറപ്പാണ്. അതൊരു സർട്ടിഫിക്കറ്റാ. നീ ദൈവത്തിൻ്റെ പൈതലാ. അത് ലോകം മനസ്സിലാക്കത്തില്ല. പക്ഷെ അരൂപിയായി പിശാച് അടുത്ത് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, തൊട്ടുപോകരുതെന്ന്. ഒക്കില്ല ഒക്കില്ല ഒക്കില്ല. അവൻ്റെ മക്കളെ തൊടുന്ന, അവൻ്റെ കൺമണിയെ തൊടുന്ന പോലെ എൻ്റെ പൈതല. റിഖന ഹദന ശബന ഹദന റിഖന ദഗന റിഖന ഹദന ശകന. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചേ. ഈ ദൈവം എൻ്റെ പിതാവ്, അവർ ഹെവൻലി അപ്പാ, അവർ ഹെവൻലി അപ്പാ. ഹോ റിഖന ഹന്ദൻ ശബന ഹന്ദന ഹത്തുനിയ. ഈ ദൈവം എൻ്റെ പിതാവാ. ഈ രാത്രി ഒത്തിരി പേരെ ആ സ്നേഹം കൊണ്ട് ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ അടുക്കൽ കർത്താവിൻ്റെ രാത്രി ഇവിടെ ഉണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ എഴുന്നള്ളി വരുമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. നയാധിപതിയായിട്ടല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. വഴക്ക് പറയുന്ന ഭരിക്കുന്ന രാജാവായിട്ടല്ല, ചേർത്ത് പിടിക്കുന്ന ഒരപ്പനായി ഒത്തിരി പേരെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച് ഞാൻ രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം പറയാം അവനോട്. ഒരു മനുഷ്യൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കൊണ്ട് ഉറക്കെ വിളിച്ചു, യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ആൾക്കൂട്ടത്തിൻ്റെ തിരക്കിനിടയിൽ അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ഒരുവരുണ്ട്. എല്ലാ ബഹളത്തിനിടയിലും ഓമന പേര് ചൊല്ലി വിളിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്തുതിച്ചേ. ആ പദവിയുള്ളവരെല്ലാം സ്തുതിച്ച് ആരാധിച്ചേ. ഈ ദൈവം എൻ്റെ പിതാവാ. ഈ ദൈവം എൻ്റെ പിതാവാ. ഈ ദൈവം എൻ്റെ പിതാവാ. ചേർത്ത് പിടിക്കും കർത്താവ്, കെട്ടിപ്പിടിക്കും കർത്താവ്. അവനെ കൈക്കൊള്ളുക. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നാം കാണുകയാണ്, അതിൻ്റെ 29-ാമത്തെ വാക്കിൽ കാണുന്നു, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്ക വരുന്നത് കണ്ടിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുഞ്ഞാട് ആരാണ്? യാഗമാകുന്ന മൃഗമാണ്. ഇതിനാണ് ഈ യാഗം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ദേവദാസൻ പ്രസംഗിച്ചും പറഞ്ഞ്, ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം ഒരു മൃഗത്തിൻ്റെ തോലുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ നഗ്നതയെ മറച്ചു. അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. അതുകൊണ്ടാണ് വചനത്തിൽ കാണുന്നു, ഇതാ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോവുകയാണ്. ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോകുന്ന അബ്രഹാമിനെ ഞാൻ പലപ്പോഴും സങ്കടത്തോടെ നോക്കിയിട്ടുണ്ട്. കാരണം ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൂടുതലും അപ്പനാണോ അമ്മയാണോ? അപ്പനാണോ അമ്മയാണോ? അമ്മയാണ് അല്ലേ? അമ്മയ്ക്ക് കുഞ്ഞിനെ വേണം. പ്രകൃതി അങ്ങനെയാണ്, ഒരു അമ്മയെ വിട്ടിരിക്കുക. ഗർഭാശയം അമ്മയ്ക്കാണ്. കുഞ്ഞിനെ പാലൂട്ടാനുള്ള കൃപ അമ്മയ്ക്കാണ്. അപ്പനതൊന്നും ഇല്ല. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ മാതൃത്വം ചെറിയൊരു കാര്യമല്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക,
ഒരമ്മയാകുക, അത് സ്ത്രീയുടെ ധന്യതയാണ്. അതുകൊണ്ട് തന്നെ സാറ ആഗ്രഹിച്ചൊരു കുഞ്ഞിനെ വേണം. പക്ഷേ കുഞ്ഞുണ്ടായി. അവനെ ഇങ്ങനെ നോക്കി നിൽക്കെ അവൻ്റെ കയ്യും കാലും ഒക്കെ വളർന്ന് അവൻ്റെ ചെറുപ്പക്കാരനാകിയ. അപ്പോഴാണ് കർത്താവ് പറയുന്നു, അവനെ കൊണ്ട് എന്ത് ചെയ്യണം? ബലി കഴിക്കാൻ പറയുക. കുഞ്ഞിനെ ബലിയാക്കാൻ വേണ്ടി യാഗം കഴിക്കാൻ അപ്പം പോവുകയാണ് കുഞ്ഞുമായിട്ട്. അവിടെ ചെന്നു ബാല്യക്കാരെ എല്ലാം നിർത്തിയിട്ട് തനിച്ച് കയറിപ്പോയി. എൻ്റെ ഏറ്റവും വലിയ അസ്വസ്ഥത, ഈ മനുഷ്യനെങ്ങാനും ആ കുഞ്ഞിനെ യാഗമാക്കി അയാൾ എങ്ങനെ തിരിച്ചു വരും? തിരിച്ചു വരുമ്പോൾ ഈ അമ്മ എങ്ങനെ പ്രതികരിക്കും? കുഞ്ഞെന്തിയേ അബ്രാമേ, കുഞ്ഞെന്തിയോ അച്ചായ, യജമാനോ അടോണായോ എന്തെങ്കിലും ആട്ടെ, എന്തിയെ കൊച്ച് യാഗം കഴിച്ചു. എവിടെ? മോറിയാമലയിൽ. ഈ അമ്മ എന്തോ ചെയ്യും? ഒറ്റ വലി, ഷർട്ടിൻ്റെ ബട്ടൺ ദാണ്ടെ കിടക്കുന്നു. ദേഹമെല്ലാം അള്ളി കീറുവോ, കടിച്ചു പറിക്കുമോ, കടിച്ചു എന്തെല്ലാം ചെയ്യുക അതെല്ലാം ചെയ്യും. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും. കൊച്ചി യാഗമായി. രാജൻ കൊലക്കേസ് ഇന്ന് മലയാളി മറന്നിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്തെ കൊലക്കേസാണ്. രാജൻ്റെ അമ്മ ചോദിക്കുമായിരുന്നെന്ന്, ആ പ്രായത്തിലുള്ള പിള്ളേരെ കാണുമ്പോൾ അപ്പനെ പിടിച്ച് ഉലുക്കുമെന്ന്. എല്ലാ പിള്ളേരുടെയും കല്യാണം കഴിഞ്ഞു, എൻ്റെ കൊച്ചൻ്റെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ അപ്പന് ഒരു വിചാരമില്ല അവനെ കെട്ടിക്കുന്ന കാര്യത്തിൽ നിന്ന്. മനസ്സ് ചിത്തഭ്രമം വന്ന വഴുതിപ്പോയ അമ്മ അപ്പനോട് ചോദിക്കുമായിരുന്നു. എന്നിട്ടും അബ്രഹാമിന് ഒറ്റ വിഷയം, ദൈവം പറഞ്ഞ് അനുസരിക്കണം. അവിടെ ചെന്ന് കത്തിയെടുത്ത് കുത്താനാഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അബ്രാമേ അബ്രാമേ ബാലിൻ്റെ മേൽ കൈവെക്കരുത്, തലപൊക്കി. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഈ കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ര സമയമുണ്ട്. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്. കുത്താനാഞ്ഞത് ആലോചിക്കാനൊന്നുമല്ല, ഒറ്റ കുത്താൻ തുടങ്ങിയാൽ കുത്തണം. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് വലിയ സമയമില്ല. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ, ഈ കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് മറുപടി വരും. കഴുത്തിനും കത്തിക്കും ഇടയ്ക്കായിരിക്കും ഉത്തരം. കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ഒരുവനുണ്ട്. യഹോവ ഇരേ എന്ന സ്ഥലത്തിന് പേരിട്ടു. കലപൊക്കി നോക്കിയപ്പോൾ ഒരാട് കിടക്കുന്ന കണ്ടു. യാഗം കഴിച്ചു. ഇസഹാക്കിന് പകരം ആരെ കഴിച്ചു? ഒരാടിനെ യാഗം കഴിച്ചു. കാലം മുമ്പോട്ട് പോയപ്പം പെസഹ ആചരിക്കുകയാണ്. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. മോശയോട് ദൈവം പറഞ്ഞു, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, നീ ഒരു കുടുംബത്തിന് പകരം ആരെ എടുക്കണം? ഒരാടിനെ എടുക്കണം. എന്നിട്ട് കുടുംബമായിട്ട് പെരയ്ക്കകത്ത് കയറി കട്ടിളക്കാൽമേലും കുറുമ്പടി മേലും അതിൻ്റെ രക്തം പുരട്ടണം. യാഗം പെസഹയാണ്. ആ പെസഹ ആർക്ക് വേണ്ടിയാണ്? ഒരു കുടുംബത്തിന് വേണ്ടിയാണ്. വളർന്നു, യാഗം വളരുകയാണ്. വ്യക്തിക്ക് വേണ്ടി കഴിച്ച യാഗം ഇപ്പോൾ ആർക്കായി? ഒരു കുടുംബത്തിനായി. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലി വന്നു. യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന മഹാപാപപരിഹാര ബലിയുടെ ദിവസം മഹാപുരോഹിതൻ കൊണ്ടുപോയിട്ട് ചീട്ട് വീണ ആടിനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കൊല്ലുകയും അതിൻ്റെ രക്തം മാത്രം കൊണ്ടുവന്ന് ദേവാലയത്തിൽ അർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പാപം ആരുടെ മേലാവും? ആ മൃഗത്തിനെ കൊണ്ടുവന്നിട്ട് തലയിൽ കൈവച്ച് ഈ രാഷ്ട്രത്തിൻ്റെ പാപം പുരോഹിതൻ അതിന്മേൽ ചുമത്തും. ആ കുഞ്ഞാടാണ് നടന്നു പോകുന്നത്. എന്നാൽ യേശു നടന്നു പോയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, കണ്ടോ, വ്യക്തിക്ക് പകരം മാത്രമല്ല, കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, മുഴുലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരാൾക്ക് വേണ്ടിയല്ല, മുഴുലോകത്തിൻ്റെയും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ രാത്രിയിൽ ആ കുഞ്ഞാടിനെ അങ്ങ് സ്വീകരിച്ചാൽ മതി. ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. നിങ്ങളുടെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. അതിലും ഒരു പ്രത്യേകതയുണ്ട്. ഹാബേലിൻ്റെ രക്തം പറയും കൊല്ലണം, യേശുവിൻ്റെ രക്തം പറയും ഗുണകരമായി സംസാരിക്കും. പിതാവിൻ്റെ അടുക്കൽ ഇന്ന് വരെ ആരും ഒരുപക്ഷെ നമുക്ക് വേണ്ടി ഗുണമായിട്ട് പറയുന്നവർ കുറവായിരിക്കാം. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. ചില നമ്മളെ ഫോൺ വിളിച്ചിട്ട് പാസ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് ഇവർ ഫോൺ കട്ടാക്കത്തില്ല. അവർ പിന്നെ നമ്മളെ വിളിക്കുന്ന പറയുന്ന കേട്ട അവരും അറിഞ്ഞില്ല, കട്ടാക്കി. അതുകൊണ്ട് കട്ടാക്കിയിട്ടേ വെക്കാവേ, എന്നിട്ടേ അവരുടെ കുറ്റം പറയാം. ഗുണകരമായി സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ആരുണ്ട് പറ? ഒരു വലിയ പ്രശ്നം നടക്കുക, ഒരു മഹാനായ പാസ്റ്റർ, പുള്ളിക്ക് ബന്ധമുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു, കോവിഡിൻ്റെ സമയത്ത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അവരെന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്കറിയാം അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ പ്രസ്ഥാനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട്,
ഇന്നാര് ഇടപെട്ടാൽ അത് ശരിയാകും. അച്ചായനും ഈ അച്ചാനും തമ്മിൽ ബന്ധമാണെന്ന് എനിക്കറിയാം, ഒന്ന് വിളിച്ച് പറ. അതിനെന്താ മോനെ, ഞാൻ ചെയ്യാം. അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. ഇത് നമ്മുടെ പ്രിൻസിപ്പാൾ പറഞ്ഞതാണ്. പ്രിൻസിപ്പാൾ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. തനിക്കറിയത്തില്ല പ്രിൻസിപ്പാൾ, അറിയാം ആ കാര്യത്തിൽ എന്നാന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്തു കൊടുക്കണം, നമ്മുടെ സ്വന്തമാണ്. ശരി, പുള്ളി വെച്ചിട്ട് എൻ്റെ അടുത്തിരുന്ന ആൾ കേട്ടു. ഞാനിങ്ങനെ പോന്നപ്പം വിളിച്ച് പറഞ്ഞു, ചെയ്യുമൊന്നും വേണ്ടടോ, താൻ പറ പണി നോക്കാൻ. ഈ ഗുണകരമായി പറയുന്ന എത്ര പേരുണ്ട്? പക്ഷേ എനിക്ക് വേണ്ടി ഗുണകരമായി പറയുന്ന ഒരാളുണ്ട്. ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാൻ്റെ പുണ്യാഹ രക്തം. ആ രക്തം പറയും വെട്ടിക്കളയരുത്. ആ രക്തം പറയും അവൻ നാളെ ഫലം കായ്ക്കും. ആ രക്തം പറയും ഞാൻ അവന് വേണ്ടി കൂടെ വീണ്ടെടുപ്പ് വില കൊടുത്തതാ. ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാൻ്റെ പുണ്യാഹ രക്തം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ വേഗത്തിൽ 2-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു 3-ാം നാളൊരു പ്രതീക്ഷയുടെ ദിവസം. 3-ാം പക്കം 3-ാം ദിവസം ഈ കടലുമായിട്ട്, ഇവിടെ കടലല്ലേ, കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചിന്തയുണ്ട്. കടലിൽ ഒരാളെ കാണാതെ പോയാൽ എത്രാം ദിവസം കിട്ടുമെന്നാണ് 3-ാം പക്കം. 3-ാം പക്കം എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. കടലിൽ പോയ ആൾ 3-ാം പക്കം എന്തു ചെയ്യും? തിരിച്ചു വരും. കടലമ്മ തിരിച്ചു വരും. എത്രാം പൊക്കമാണ്? ജീവനോടാണേലും അല്ലേലും. അങ്ങനെ ഒരു വിശ്വാസമില്ലേ? 3-ാം പക്കമാണ്. അത് സാധാരണ പറയുന്നൊരു കാര്യമാണ്. 3-ാം പക്കം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആറിൻ്റെ തീരത്താണ്. 3-ാം പക്കം പൊങ്ങിയില്ലേ പിന്നെ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയും. പിന്നെ അങ്ങ് പോവും. പിന്നെ കിട്ടാൻ സാധ്യത കുറവാണ്. ഏതായാലും 3-ാം പക്കം ഒരു ദിവസമാണ്, പ്രതീക്ഷയുടെ ദിവസമാണ്. അപ്പോൾ പ്രതീക്ഷ ഉണ്ടാകുന്നൊരു ദിവസമാണ് ക്രിസ്തു. അവിടെ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടേക്ക് യേശുവിനെ ക്ഷണിച്ചു. എല്ലാവരും പറഞ്ഞേ, ആരെ ക്ഷണിച്ചു? യേശുവിനൊരു പ്രത്യേകതയുണ്ട്, ക്ഷണിച്ചാലേ വരത്തുള്ളൂ. അവൻ നിൻ്റെ വാതിൽക്ക് നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽക്ക് മുട്ടുക, തൊടിച്ച് തീർത്തില്ല, പൊളിക്കത്തില്ല. കാരണം നമുക്കൊരു ഫ്രീ വില്ലുണ്ട്. ആ ഫ്രീ വില്ല് ഉപയോഗിച്ച് വാതിൽ തുറന്നു കൊടുക്കണം. യേശുവെ, എൻ്റെ ഹൃദയത്തിൽ ഇവിടെ ഒരിടമുണ്ടെന്ന്. ചിലർ അതിഥി വന്നാൽ ലിവിങ് റൂമിൽ ഇരുത്തും, ചിലരെ സിറ്റ് ഔട്ടിൽ ഇരുത്തും. യേശുവിന് ഒരു കാര്യം ചെയ്യണം. ലിവിങ് റൂമിലും സിറ്റ് ഔട്ടിലും മാത്രമല്ല, നമ്മുടെ ബെഡ്റൂമിലും ഇടമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തും യേശുവിന് ഇടമുണ്ട്. യേശു ഇല്ലാത്ത ഒരു സ്ഥലം നമ്മുടെ വീട്ടിലില്ലെന്ന് പറയണം. യേശുവെ, നിനക്കെൻ്റെ വീട്ടിലിടമുണ്ട്. അവരാ കല്യാണത്തിന് ആരെ ക്ഷണിച്ചു? യേശുവിനെ ക്ഷണിച്ചു. ക്ഷണിച്ചപ്പോൾ അവിടെ ഉണ്ടായൊരു പ്രശ്നം, അവിടെ വീഞ്ഞില്ലെന്ന് പറഞ്ഞു. ആരാ അറിഞ്ഞത് വീഞ്ഞില്ലെന്ന്? യേശുവിൻ്റെ അമ്മയാണ്. അമ്മ അറിഞ്ഞു വീഞ്ഞില്ലെന്ന്. ഇവിടെ എൻ്റെ മുമ്പിൽ ഒത്തിരി അമ്മമാരുണ്ട്. എനിക്ക് അമ്മമാരോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. അമ്മയായവരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. ഇത്രയും കൈകളുണ്ട്. നിങ്ങളെ ഞങ്ങൾ വന്ദിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, വന്ദനം ചെയ്യുന്നു. അമ്മ ചെറിയൊരു കാര്യമല്ല. അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കുറവറിഞ്ഞത് ആരാ? അമ്മയാണ്. പലപ്പോഴും വീടിൻ്റെ കുറവ് അച്ഛൻ അറിയാറില്ല. 5-6 പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, എടിയേ നല്ല പാൽ ചായ കൊണ്ടുവന്നേ. പാല് കാണത്തില്ല. പക്ഷേ അമ്മ മിടുക്കി അമ്മയാണെങ്കിൽ അച്ഛനെ നാണം കെടുത്തില്ല, അപ്പുറത്തോടൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. പിന്നെ പലപ്പോഴും അമ്മ പറയും, അത് വേറൊരു കാര്യം. എന്നാലും അമ്മ കുറവറിയുന്നവളും അറിയിക്കാത്തവളുമാണ് അമ്മ. പിള്ളേരുടെ ആണെങ്കിലും ചുറ്റിക്കളി ആദ്യം പിടിക്കുന്ന ആരാ? ആ അമ്മയാ. ഡേ, നീ എന്നാ ഈടെയായിട്ട് നിനക്ക് എന്താണ്ടൊരു കുഴപ്പം പറയടി. നീ എന്തിനാ മുറിക്കകത്ത് കയറിയിരിക്കുന്നത്? നീ ആരെയായി വിളിക്കുന്നേ? പറയടി. ഒന്നുമില്ല, ഞാൻ ഞെക്കിപ്പിടിക്കും, അല്ലെങ്കിൽ കതകിൻ്റെ അവിടെ വന്ന് പാത്തിരിക്കും. ആര്? അമ്മ. എല്ലാം പിടിക്കുന്ന ആരാ? അമ്മയാണ്. അമ്മ എല്ലാം അറിയും. ഒളിക്കാനൊക്കുമോ? ഇല്ല, ഒളിക്കാനൊക്കത്തില്ല. ഞാൻ പിള്ളേരുടെ ക്യാമ്പിൽ പറയാറുണ്ട്, പ്രേമിക്കാനൊന്നും ഒത്തില്ല. കാരണം എനിക്ക് പ്രേമം തോന്നിയവരോട് എന്നോട് തോന്നിയില്ല, എന്നോട് തോന്നിയവരോട് എനിക്ക് തോന്നിയില്ല. രണ്ടും അടുത്ത് വന്നപ്പോൾ അമ്മ വെളിപ്പാട് കണ്ടു. അമ്മ പിടിക്കുമായിരുന്നല്ല, അമ്മ അറിയുമല്ല. എങ്ങനെയാണെന്നറിയോ? അതങ്ങനെയാണ്. അമ്മ സ്വപ്നം കാണും, ഒക്കെ ചെയ്യും. അപ്പോൾ എല്ലാം അറിയുന്ന ആരാ? അമ്മയാണ്. അമ്മയ്ക്കെല്ലാം അറിയാം. അമ്മ അറിഞ്ഞു. അമ്മ അറിഞ്ഞിട്ടത് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. അവിടെ അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഒരു കല്യാണത്തിന് പോയാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന കല്യാണം ഉണ്ടാകണ്ടാന്ന് ചോദിച്ചാൽ ഫുഡ് നല്ലതാണോ എന്നുള്ള. ഫുഡൊരു വലിയ ഘടകമാണ്. തികയാതെ വരാമോ? ഇല്ല. ക്രിസ്തീയ പാരമ്പര്യമുണ്ട്, ഫുഡ് മിച്ചം വരണം, തൂയിക്കളയരുത്. 12 കൊട്ടയെടുത്ത് കൊടുത്തു വിട്ടു. അഥവാ മിച്ചം വന്ന അയൽക്കാർക്കും ബന്ധുക്കൾക്കും കൊടുക്കുന്നതിൻ്റെ പേരാണെന്ത്? ക്രൈസ്തവ വിരുന്ന്. അത് വേദപുസ്തക പാരമ്പര്യമാണ്. അടുത്തുള്ളവർക്കൊക്കെ ഇച്ചിരിയൊക്കെ മിച്ചം വരുമ്പോൾ എന്ത് ചെയ്യണം? കൊടുക്കണം. തികയാതെ വരുന്ന നാണക്കേടാണ്. തികയാതെ വന്ന നാണക്കേടാണോ? ആണോ? ഒരു കല്യാണത്തിന് ഞങ്ങളുടെ നാട്ടിൽ
10,000 2,000 പേര് വരേണ്ട കല്യാണം, വലിയ കല്യാണം. പക്ഷേ തലേദിവസം ഒരു ബന്ദ് പ്രഖ്യാപിച്ചു. ആ ബന്ദ് അച്ചായന്മാരുടെ പാർട്ടിയല്ല, നല്ല ഉശിരുള്ള പിള്ളേരുള്ള പാർട്ടിയാണ്. അവർ വഴി തടയുന്നവരാണ്. അതുകൊണ്ട് അവരോർത്ത് ആരും കല്യാണത്തിന് വരത്തില്ലെന്ന് വെച്ച് 2,000, 500, 600 ഉണ്ടാക്കി. പക്ഷേ സകുടുംബ സാന്നിധ്യത്തിൽ എല്ലാവരും വണ്ടിയിൽ വിവാഹമെന്ന് എഴുതി ഒട്ടിച്ച് ഇനി വന്നപ്പം 10,000-2,000 പേര്. ആർക്കും എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. കിട്ടിയവർക്ക് കിട്ടി, കിട്ടാത്തവർക്ക് കിട്ടിയില്ല. ഒത്തിരി നാൾ കഴിഞ്ഞ് ഒരിടത്ത് നിൽക്കുമ്പോൾ ആ വീട്ടിലൊരു മോനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇദ്ദേഹത്തെ അറിയാം, ഇദ്ദേഹം ഇന്നിടത്തെയാണ്. എടുത്തവായി എൻ്റെ അമ്മ ചോദിച്ചു, ഇവരുടെ കല്യാണത്തിന് പോയപ്പോഴല്ലേ കിട്ടാതെ വന്നത്. ഉയ്യോ, അവരങ്ങ് വല്ലാതായി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, വീട്ടിലോട്ട് വാ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെടാ നാണക്കയോ. എന്നാൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി. അന്ന് കിട്ടാതിരുന്നതും ഷുഗർ താന്നതും ഒന്നും അമ്മ മറന്നിട്ടില്ല. കിട്ടാതെ വന്നാൽ എന്താ നാണക്കേട. വീഞ്ഞ് ഒരു ദിവസം കൊണ്ടല്ല, ഒത്തിരി ദിവസം കൊണ്ടാണ് വീഞ്ഞുണ്ടാക്കുന്നത്. ഇവരൊത്തിരി പ്ലാൻ ചെയ്തു. പക്ഷേ ഇവിടെ കണക്കുകൂട്ടലെല്ലാം എന്ത് ചെയ്തു പോയി. ഈ മനുഷ്യജീവിതം ഇങ്ങനെ കണക്കെല്ലാം തെറ്റും. നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന പൊന്നേ പൊടിയെന്നല്ലേ. പൊന്നേ പൊടിയൊന്ന് വളർത്തിക്കൊണ്ട് വന്ന പെങ്കൊച്ച് BS നേഴ്സിംഗ് കഴിഞ്ഞു, കെട്ടാറായി. അച്ഛൻ കല്യാണം ആലോചിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പം കെട്ടിക്കണ്ട, അതിന് ഞാൻ കുറച്ചാൾ ജോലി ചെയ്ത് അച്ഛനെ സഹായിക്കാണ്. അച്ഛൻ പറഞ്ഞു, കൂടുതൽ സഹായിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം, കെട്ടിച്ചു വിടണം. കല്യാണാലോചന മുറുകിയപ്പോഴാണ് അവൾ പറയുക, എനിക്ക് പ്രേമമുണ്ട്, അവനെ ഞാൻ കെട്ടത്തുള്ളൂ. ആരാ നീ ആരെയാണ് പ്രേമിക്കുന്നേ? വിശ്വസിക്കാനൊക്കത്തില്ല. മതവും വിശ്വാസവും എല്ലാം പോയി. ഇനി എന്തോ ചെയ്യും? അച്ഛൻ ചെയ്യുന്നവരുണ്ട്. ഉണ്ടേലുണ്ട്, ഇല്ലേലില്ല, വെട്ടി കീറിക്കളയും ഞാൻ. പിന്നെ കീറും, അതിങ്ങനെ നിപ്പുണ്ട്. അമ്മയെന്ന് പറഞ്ഞു, എന്നുണ്ടെങ്കിൽ അവനെ കെട്ടണോടീ. പണ്ടത്തെ അമ്മമാരെല്ലാം ഞങ്ങളെ വിരട്ടി എന്ത് പറഞ്ഞെന്നറിയാം? 9 മാസത്തിൻ്റെ കഥ പറഞ്ഞ. 9 മാസം ചുമന്നില്ലേടാ, ഒന്നുമില്ലായിരുന്നടാ. അപ്പം ന്യൂജൻ റാന്നിക്കാരൻ പയ്യൻ പറഞ്ഞെന്ന്, അമ്മേ കൂടുതൽ കണക്ക് പറയല്ലേ, 9 മാസം കഴിഞ്ഞ് വേദന വന്നപ്പം ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നേ, അമ്മ എന്തോ ഇതിന് നീ അത്തുപുത്തില്ലേ? അമ്മ എന്നോട് നന്ദി വേണം, കാരണം ഞാൻ മര്യാദയ്ക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അവനാണ് ന്യൂജൻ. അവൻ്റെ അടുക്ക ഇരിക്കുമോ? ഇല്ല. അപ്പോൾ ഞങ്ങളുടെ അമ്മമാരെ എടുത്ത ഒരു വജ്രായുധമുണ്ട്, തിരുവനന്തപുരത്തെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിനക്ക് അവനെ കെട്ടണോടി, നിനക്ക് അവനെ കെട്ടണമെന്ന് കെട്ടണമെന്ന് ഒരു 3 ഇടി ആഞ്ഞിടിച്ചപ്പം പിള്ളേർ പറഞ്ഞു, എന്തോ ചെയ്യണ്ട, കെട്ടണ്ടാണ്. ഇന്നത്തെ ആണെങ്കിൽ ഇടിച്ചോട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ തിയേറ്ററിൽ നിന്നൊരു പാട്ട് വരുന്നു, നെഞ്ചിലാകെ കല്ലാണ്. ഇതൊന്നും ഇടിച്ചാൽ അയ്യോ ഇല്ല. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഉദരബന്ധനമാണ്, കൂടോത്രം. ഞാൻ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കാൻ ചെന്നപ്പോൾ പെണ്ണെൻ്റെ ചെവി പറഞ്ഞു, കുട്ടകത്തിൽ വെള്ളം തന്നിട്ടുണ്ട്, ഏക്കത്തിൽ ഇത്. ഒത്തിരി ഉപദേശിമാർ വെള്ളം തന്നു, പാർശ്വ ചുമ്മാരിക്കുക, ഇത് അഴിയത്തില്ലെന്ന്. വെറുതെ വെള്ളം കുടിപ്പിക്കരുത് പാർശ്വ, അഴിയത്തില്ല. ഇത് ഞാൻ അവനെ കെട്ടത്തുള്ളൂ. ഉദരബന്ധനമൊന്നും അല്ല, എനിക്കവനെ മതി. എന്തോ ചെയ്യും? വിറങ്ങലിച്ച് നിൽക്കുകയല്ലേ ഉള്ളൂ. കണക്ക് തെറ്റി. മോൻ പഠിച്ച് ബിടെക് പാസ്സാകാൻ വിട്ടതാണ്. പക്ഷെ പാസ്സായില്ലെന്ന് പോട്ട് കഞ്ചാവൂടെന്നറിഞ്ഞാൽ എന്തോ ചെയ്യും? കണക്കെല്ലാം തെറ്റും. മനുഷ്യൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റും. കുടുംബത്തിൻ്റെ കണക്കൂട്ട് തെറ്റും. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. കർത്താവുണ്ടോ? പിഴയ്ക്കാത്ത കണക്കുകളുള്ളൊരു കർത്താവുണ്ട്. കർത്താവുണ്ട്. അമ്മ അത് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. 2 ചെവി അറിയാതെ കർത്താവ് അങ്ങ് പരിഹരിച്ചു. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, നിൻ്റെ പ്രശ്നം നാട്ടുകാർക്ക് ചർച്ചയാകാൻ ഇട്ടുകൊടുക്കത്തില്ല. നാട്ടുകാർക്ക് വിചാരണ ചെയ്യാൻ ഇട്ടുകൊടുക്കാതെ പ്രശ്നം കർത്താവിൻ്റെ അടുക്ക കൊണ്ടുവന്നാൽ പരിഹരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച്, അത് യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ ചെയ്തെങ്കിൽ ഇന്ന് ഈ അപ്പനെ സ്വീകരിച്ച മക്കൾക്ക് വേണ്ടി അവിടെ കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. എനിക്ക് അപ്പനെ ഒരു കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, അപ്പൻ്റെ ഏറ്റവും വലിയ സന്തോഷം തൻ്റെ സുന്ദരിയായ ഭാര്യയെ സന്ധ്യയാകുമ്പോൾ ഭാര്യ കുളിപ്പിലൊക്കെ ഇട്ട് നല്ല മുടിയാണ്, 2 പേരും കൂടി ഇങ്ങനെ ബുള്ളറ്റേ പോകും, കാണാൻ അഴക, എല്ലാവരും നോക്കും. തൻ്റെ ഒരു സ്വകാര്യ അഹന്ത, മുടിയുള്ള ഭാര്യ ഇങ്ങനെ ബുള്ളറ്റേ പോവുക, എല്ലാവരും നോക്കും.
പക്ഷേ ഒറ്റ റിസൾട്ട് ബയോപ്സി. അവർ പറഞ്ഞ് RCCക്ക് പൊക്കോളാൻ. പിന്നെ വന്നപ്പം മുടിയില്ല, വിഗ്യ, ഒറ്റ മുടിയില്ല. ആദ്യം ചെയ്തത് ബുള്ളറ്റ് എടുത്ത് വിൽക്കുക. ഇനി ആരെ ഇരുത്താനാണ്? ഒരു ബയോപ്സി മതി മനുഷ്യൻ്റെ കണക്കൂട്ടൽ തെറ്റാൻ. ഒരു ബയോപ്സി, ഒരു മെഡിക്കൽ റിപ്പോർട്ട് രാവിലെ ചെന്ന് മേടിക്കുമ്പം മതി കണക്കൂട്ടൽ തെറ്റാൻ. അവിടെ ഇങ്ങനെ വട്ടത്തിലൊരു വര, കണക്കൂട്ട് തെറ്റാൻ. പക്ഷേ എല്ലാ കണക്കൂട്ട് തെറ്റുമ്പോഴും പിഴയ്ക്കാത്ത കണക്കുള്ള ഒരുവനുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഞാൻ അനുഭവത്തിൻ്റെ ആർജവത്തിൽ നിന്നുകൊണ്ട് പറയും, 1000 പ്രശ്നങ്ങളെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരറിയാതെ പരിഹരിക്കുന്നൊരു കർത്താവിനെ അറിയും. മുട്ടുകുത്തി കർത്താവിനോട് എൻ്റെ സങ്കടങ്ങളെ പറഞ്ഞപ്പോൾ അപമാനത്തിന് വിട്ടുകൊടുക്കാതെ, നിന്ദിത പാത്രരായി മേവാൻ വിടാതെ പരിഹരിക്കുന്നൊരു യേശു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കരങ്ങളെല്ലാം ഉയർത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പൻ്റെ മക്കളെ, മക്കളുടെ കണക്ക് നിങ്ങളുടെ കണക്കല്ല. അപ്പന് നിങ്ങളെക്കുറിച്ചൊരു കണക്കുകൂട്ടലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലേക്കാൾ കൂടുതൽ നിന്നെക്കുറിച്ചുള്ള കണക്കുകളുള്ളൊരു കർത്താവ് ഇവിടെ ഉണ്ട്. നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ കുഞ്ഞെ അറിഞ്ഞ ഒരു കർത്താവുണ്ട്. നിൻ്റെ റിസൾട്ട് മോശമാണോ? നീ കോഴ്സുകൾ പൂർത്തീകരിച്ചിട്ടില്ലേ? നിൻ്റെ ഭാവി നിൻ്റെ മുമ്പിലൊരു വെല്ലുവിളിയാണോ? മക്കൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഒന്ന് തല താഴ്ത്തേണ്ടി വരുന്നുണ്ടോ? ഈ രാത്രി കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യുക. യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. കാനാവിലെ വീട്ടിലേക്ക് വന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ കണക്കുകൾ തെറ്റിയെടുത്തേക്ക് അത്ഭുതം ചെയ്യാൻ വന്ന കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ രാത്രി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ യേശു വന്നിട്ടുണ്ട്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 38 ആണ്ട് കൊളക്കടവിൽ കിടന്നൊരു മനുഷ്യനാ. അവൻ്റെ പ്രശ്നം 38 ആണ്ടായി കൊളക്കടവിൽ കിടക്കുക. യേശു അവൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ? നാട്ടിലൊരു ചൊല്ലുണ്ട്, അരി എത്ര? അതാ ഉത്തരം അവൻ പറഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ? അവൻ പറഞ്ഞു, എന്നെ കുളത്തിലിറക്കാൻ. 38 ആണ്ട് കിടന്നപ്പോൾ അവൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, എനിക്കാരുമില്ല. ആദ്യമൊക്കെ പാസ്റ്റർ വരുമായിരുന്നു, വിശ്വാസികൾ വരുമായിരുന്നു. പിന്നെ അത് ആഴ്ചയിൽ ഒന്നായി, പിന്നെ അത് മാസത്തിലെ ഒന്നായി, പിന്നെ അത് 6 മാസത്തിലെ ഒന്നായി, പിന്നെ വർഷത്തിലൊന്നായി, പിന്നെ വരാതായി. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്, എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ അവനിങ്ങി വരും. എന്തിനാ? ആരുമില്ലാത്തവനെ തേടി വരുന്ന യേശു ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യാൻ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. എൻ്റെ കണക്കുകൾ തെറ്റിയിട്ടുണ്ട്. അവിടേക്ക് യേശുവിനെ ക്ഷണിക്കുക. അത് ആരോഗ്യത്തിൻ്റെ ആകട്ടെ, ശുശ്രൂഷയുടേതാകട്ടെ, മക്കളെക്കുറിച്ചുള്ളതാകട്ടെ, സാമ്പത്തികമാകട്ടെ, എന്തും ആകട്ടെ, എൻ്റെ കണക്ക് തെറ്റി കർത്താവേ ഇവിടെ യേശു വരണമേ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നവർ ഇന്നുണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്ക് പിതാവ് ഇന്ന് വന്നിട്ടുണ്ട്. ആണ്ടുകൾ പ്രശ്നമുള്ള പഴക്കങ്ങൾ പോലും, ആണ്ടുകൾ പഴക്കങ്ങളുള്ള രോഗങ്ങൾ, ആണ്ടുകൾ പ്രശ്നമുള്ള കേസുകൾ, ആണ്ടുകൾ പഴക്കമുള്ള പ്രതിസന്ധികൾ, അതിനെ പരിഹരിക്കാൻ കഴിയുവാൻ കാലപ്പഴക്കത്തിൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പ്രാർത്ഥിക്കണമെന്നുള്ളവരൊക്കെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ എൻ്റെ യേശു അനേകരെ ചേർത്ത് പിടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള അമ്മയുടെ കണക്ക് തെറ്റി, അമ്മാൻ്റെ കണക്ക് തെറ്റി. പക്ഷെ അമ്മ അത് പറഞ്ഞ ഒരാളോട്, എല്ലാം അറിയുന്ന ഒരുവനോട് പറഞ്ഞാൽ ഇരുചെവി അറിയാതെ അത് പരിഹരിക്കും. ദൂത കുറിച്ചിട്ടോ, ഇരുചെവി അറിയാതെ കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യാൻ എനിക്കതിന് വഴി അറിയത്തില്ല. പക്ഷെ യേശുവിന് വഴിയുണ്ട്. യേശു വന്ന അത്ഭുതം നടക്കും. ഈ രാത്രി ഒത്തിരി പേരുടെ കണ്ണീര് തുടയ്ക്കാൻ എൻ്റെ കർത്താവ് ഈ പന്തലിനകത്തുണ്ട്, ഈ ഓഡിറ്റോറിയത്തിനുണ്ട്. ഈ ജനറൽ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ യേശുവിൻ നാമത്തിൽ എവിടെയൊക്കെയോ കണക്കുകൾ തെറ്റിപ്പോയ ഓരോരുത്തരെയും സ്പർശിക്കുവാൻ, ആരോഗ്യത്തിൻ്റെ, സാമ്പത്തികത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, തലമുറകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ കണക്കുകൾ യേശുവേ റിഖാന ഹാന്ധന റബന ശകന. യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. കുഞ്ഞാ, നീ അനാഥയല്ല, നീ ആരുമില്ലാത്തവനല്ല, ആരുമില്ലാത്തവളല്ല.
ശകനം ധികനം രഗജം ധകനം ധാരം ധേരം 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 അർക്കധാനം ഋഗജം രഗജം ശകനം ധികനം. ലൈവിലൂടെ കാണുന്നവരെ, നിങ്ങൾ ആരുമില്ലാത്തവരല്ല. നിങ്ങളുടെ കണക്കുകൾ തെറ്റിയിടത്ത് അത്ഭുതം ചെയ്യുവാൻ ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. എവിടെ? തേടിപ്പോകുകയല്ല, അവൻ്റെ അടുക്കലേക്ക് വന്ന് യേശു രാത്രി ക്ഷണിച്ച്, ഇവിടെയാണ് കർത്താവേ എൻ്റെ കണക്ക് തെറ്റിയത്, ഇവിടെയാണ് കർത്താവേ എൻ്റെ പ്രശ്നം, ഇവിടെയാണ് കർത്താവേ